നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത്. 27 നാളുകൾ. ആ 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങളെ മാത്രം കൃഷ്ണ നക്ഷത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ 9 നക്ഷത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ചില ഭാഗ്യം, ചില രഹസ്യം, ചില സ്വഭാവ സവിശേഷത എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കണം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ ഏറ്റവും കൃത്യമായി എടുത്ത് പഠിച്ച് മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ട് ഈ നക്ഷത്രങ്ങളിൽ ഒരു റിസർച്ചൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കാൻ പോവുക. ഈ നാളുകാരുടെ ജീവിതത്തിലെ ഒരുപാട് രഹസ്യങ്ങൾ, ഒരുപാട് സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ കൃത്യമായിട്ട് പറയാം. ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടു നോക്കൂ, മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം സത്യമാണ്, എൻ്റെ പഠനങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നത് തെറ്റായിട്ട് തോന്നാം. തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. തിരുമേനി അങ്ങ് പറഞ്ഞ പോലൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞോളൂ. അതല്ല ശരിയാണ് എന്നുണ്ടെങ്കിൽ 100% സത്യമായിട്ട് ആ സത്യം അല്ലെങ്കിൽ ആ ശരി നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും കേട്ടു നോക്കൂ. കൃഷ്ണ നക്ഷത്രക്കാരെങ്കിലും ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ശരിയാണ്, എത്ര ശതമാനം ശരിയാണ്, എത്രത്തോളം തെറ്റാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവലോകനം ചെയ്ത് പറയാവുന്നതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഈ നാളുകാരെ പറ്റി പറയാം. 9 നാളുകളാണ്. ചിത്തിര, ഉത്രട്ടാതി, രോഹിണി, അശ്വതി, പൂരുരുട്ടാതി, മൂലം, തൃക്കേട്ട, തിരുവോണം, ഉത്രാടം. ഈ 9 നക്ഷത്രങ്ങളാണ് കൃഷ്ണ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ കൃഷ്ണ നക്ഷത്രങ്ങൾക്ക് വലിയ ചില പ്രത്യേകതകളുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാർ പൊതുവെ ഒരു സ്വപ്ന ജീവികളായിരിക്കും എന്നുള്ളതാണ്. എന്താണ് സ്വപ്ന ജീവികൾ എന്ന് പറയുന്നത്? ഈ നക്ഷത്രക്കാരുടെ മനസ്സിൽ വലിയൊരു സ്വപ്ന ലോകം ഇവർ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. പോകുമ്പോഴും വരുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഇവരുടെ ജീവിത തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുമ്പോഴൊക്കെ ഇവർ പുറത്തെ കാര്യങ്ങളെക്കാൾ ഉപരി ഇവരുടെ ഉള്ളിലെ സ്വപ്ന ലോകത്തിലേക്ക് കടന്നു ചെല്ലാനും ആ ലോകത്തിൽ ജീവിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളതാണ്. ഇവരുടെ ഒരു വലിയ മായാ ലോകം തന്നെ ഇവരുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്കൊന്നും അത് അറിയുണ്ടാവില്ല. ഒരു വലിയ സ്വപ്നം കാണുന്ന ലോകം, ഇവരാഗ്രഹിച്ച ഒരു ജീവിതം, ഇവരുടെ ജീവിതത്തിലെ വലിയ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടുന്ന ഒരു ലോകം, ഒരുപാട് കാര്യങ്ങൾ ഇവർ ആഗ്രഹിച്ച രീതിയിൽ ഒരുപക്ഷെ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റാത്ത ജീവിതം സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ചിന്തയിൽ ജീവിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അത് പക്ഷെ പുറത്ത് ആരോടും ഇവർ പറയത്തോ കാണിക്കത്തോ ഒന്നുമില്ല. അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒന്ന് സമാധാനമായിട്ട്, ചിലപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത്, സംഗീതം കേൾക്കുന്ന സമയത്ത് ഒക്കെ ഈ സ്വപ്ന ലോകത്തിലേക്ക് ഇവർ ഊളിയിടുകയും ആ സ്വപ്ന ലോകത്ത് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനുള്ളിൽ ഇവർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ലോകത്തിൽ ജീവിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. സമാധാനമായിട്ട് കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ഒന്ന് തല ചായ്ക്കുന്ന സമയത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആരെങ്കിലും ഇവരെ അങ്ങ് പറ്റിച്ച് കളയാമെന്ന് കരുതിയാൽ നടക്കില്ല എന്നുള്ളതാണ്. കാരണം വളരെയധികം ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈൻഡ് ഉള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനും അതിങ്ങനെ ചിന്തിച്ചു കൂട്ടി അതിനകത്തുനിന്ന് രഹസ്യങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും തിരിച്ചും അതിനെപ്പറ്റി ആലോചിച്ച് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്, അതെന്താ അങ്ങനെ നടക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിങ്ങനെ ചെകഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരാണ്. അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ അപകടങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളിൽ നിന്ന്, ഇവരുടെ വീട്ടിൽ പല
കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത് ഇവരുടെ ഈ ചിന്തയിലൂടെയും ഇവരുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ബുദ്ധിയിലൂടെയുമാണ് എന്നുള്ളതാണ്. ഏതൊരു കാര്യം നടന്നാലും അല്ലെങ്കിൽ ഏതൊരു കാര്യം അറിഞ്ഞാലും ഇവരതിനകത്ത് ഇങ്ങനെ തല പുകച്ചുകൊണ്ടിരിക്കുക. അതെന്താ അങ്ങനെ നടന്നത്, ഇങ്ങനെയല്ലേ നടക്കണ്ട, അല്ലെ ഇങ്ങനെ നടക്കാത്തത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഒരു വലിയ ചിന്ത. ചില സമയത്ത് ഇവർ തന്നെ ആലോചിക്കാറുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കുന്നത്, അതൊക്കെ ആ വഴിക്ക് വിട്ടാൽ പോരെ. പക്ഷെ ഇവരെ കൊണ്ട് പറ്റത്തില്ല. എത്ര മാറ്റാൻ ശ്രമിച്ചാലും ഈ ചിന്ത ഇവരുടെ ഒരു വലിയ കൂടപ്പിറപ്പായിരിക്കും എന്നുള്ളതാണ്. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? കേട്ടു നോക്കൂ, മൊത്തം കേട്ടു നോക്കൂ. കേട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ഇത് ഞാൻ പറയുന്ന എത്രത്തോളം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ആരെയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവരല്ല ഇക്കൂട്ടരെന്നുള്ളതാണ്. എന്താണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്? ജീവിതത്തിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു അവർ നല്ലതാകട്ടോ, അല്ലെ അവർ നമുക്ക് വേണ്ടപ്പെട്ടവരാ എന്നൊന്നും പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടം തോന്നണമെന്നില്ല. ഇവർക്ക് ബോധ്യപ്പെടണം. അതുപോലെ തന്നെ ഒരു സാഹചര്യത്തിന് വേണ്ടി മറ്റൊരാളെ സോപ്പിടാൻ വേണ്ടി ഇഷ്ടം കാണിക്കാനൊന്നും ഇവർക്കറിയില്ല എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടില്ല. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് ഇവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ചിലരെയൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പോകത്തില്ല. ഈ കഷ്ടപ്പെട്ട് അവരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കാനൊന്നും ഇവരെ കിട്ടില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ അത്തരത്തിൽ പല അധ്യായങ്ങളും ഇവർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ മൂലം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ച ചരിത്രവും ഇവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടാൽ വളരെയധികം ഇഷ്ടപ്പെടുകയും വെറുത്താൽ പിന്നൊരു ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോകാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും അലിവും ദയവും ഭയങ്കര കൂടുതലാണ് കേട്ടോ. ചിലപ്പോൾ ഏറ്റവും ഉപദ്രവിച്ച ഒരു ശത്രുവായിരിക്കും, വാതിൽ കൊട്ടിയടച്ച് ഇനി അങ്ങനെ ഒരാൾ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച വ്യക്തിയൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്കൊരു അപകടം വന്നു എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു നേരത്ത് വന്ന് നമ്മളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ പകയും വിദ്വേഷവും ഒക്കെ ഓരമായിട്ട് മാറ്റിവെച്ച് അവരെ സഹായിക്കുന്നവരുമാണ് എന്ന് കരുതി പഴയതൊന്നും മറക്കുന്നവരുമല്ല. പഴയതെല്ലാം അങ്ങ് മറന്ന് ഇവരെല്ലാം ചെയ്യുമെന്നല്ല. ആ വെറുപ്പും ദേഷ്യവും ഒക്കെ അവരൊരു കാര്യത്തിന് വേണ്ടി വന്ന് കൈ നീട്ടുകയോ ഒരു സഹായഹസ്തം നിൽക്കുക, അവർക്ക് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുകയോ ഒരു ദുഃഖം സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ ആ സമയത്തൊക്കെ ഹൃദയാലിവുണ്ടാവും എന്ന് കരുതി എല്ലാം മറന്ന് എല്ലാം ക്ഷമിച്ച് ഏറ്റവും നല്ലവനായിട്ട് അങ്ങനൊന്നും അവരെ കിട്ടില്ല. പക്ഷെ എല്ലാം ഉള്ളിലുണ്ടാകും. എങ്കിലും ഒരാൾക്കൊരാപത്ത് വന്ന് കിടക്കുന്ന സമയത്ത് അലിവും ദയവും കാണിക്കും. ആ സമയത്ത് ആ കട്ടിയുള്ള മനസ്സ് മാറ്റിവെക്കുന്നവരുമാണ് എന്നുള്ളതാണ്. സ്വന്തം കഴിവും കഴിവുകേടും മറ്റാരെക്കാളും കൃത്യമായിട്ട് ബോധ്യമുള്ളവരാ ഇവരെന്ന് പറയുന്നത്. ആരും ഇവരെ പോയിട്ട് നിന്റെ കഴിവിതാണ്, അല്ലെ നിനക്കിത് പറ്റില്ല, നിന്നെക്കൊണ്ട് ഇത് കഴിയില്ല എന്നൊന്നും പഠിപ്പിക്കാൻ നിൽക്കേണ്ട. ഇവർക്കത് ഇഷ്ടവുമല്ല. അങ്ങനെ വരുന്നവരെയൊക്കെ ഇവർ മാറ്റി നിർത്തിയ ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഇവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിതിനുള്ള ഒരു ത്രാണിയില്ല, എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന ഉത്തമ ബോധ്യം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ ചെയ്ത് ശോഭിക്കും, മറ്റാരെക്കാളും നന്നായിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യമുള്ളവരുമാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ജീവിതത്തിൽ ചില തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടുള്ളവരാണ് ഈ കൃഷ്ണ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. എന്താണ് തിരിച്ചടികളെന്ന് പറയുന്നത്? ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുത്തത് മൂലം ചുറ്റുമുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുക, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഒക്കെ കേൾക്കേണ്ടി വരിക. ജീവിതത്തിൽ അത്തരത്തിൽ ചില റിസ്ക് എടുത്ത തീരുമാനങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ എടുക്കേണ്ടി വന്നവരാണ്. കുറച്ച് പ്രായമായവർക്കൊക്കെ അറിയാം ഈ പറയുന്ന എത്രത്തോളം സത്യമാണ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തത് മൂലം ചിലപ്പം ബന്ധുക്കൾ, സ്വന്തക്കാർ, ഏറ്റവും അടുത്ത ആളുകൾ ഇവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിക്കാനും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു അനിഷ്ടത്തിന് വിധേയയാകാനും ഒക്കെ ഉള്ള സാധ്യത ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ ഏറ്റവും അടുത്ത് നിന്നവർ പോലും, ചിലപ്പോൾ ഏറ്റവും വലിയ ബന്ധുവായിരിക്കും, ചിലപ്പം സ്വന്തം വീട്ടിലെ ആളുകൾ തന്നെയായിരിക്കും, കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചിലപ്പോൾ ഒറ്റയ്ക്കാക്കുകയൊക്കെ ചെയ്യപ്പെട്ടവരാണ് ഈ നാളുകാരെന്ന് പറയുന്നത്. പക്ഷേ തീയിൽ കുരുത്തവൾ വെയിലത്ത് വാടില്ല, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയുന്ന പോലെ ഈ നക്ഷത്രക്കാർ ആ എതിർപ്പും വെറുപ്പും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലും ഒക്കെ ഒരു അഗ്നി പോലെ മനസ്സിലിട്ട് അത് ആയുധമാക്കി, അത് ഇന്ധനമാക്കി പ്രവർത്തിച്ച് ഈ തള്ളിപ്പറഞ്ഞവരുടെയൊക്കെ മുന്നിലൂടെ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ച്
മുന്നേറി വരുന്നവരുമായിരിക്കും. ഒരു കാലത്ത് ഇവരുടെ മുഖത്ത് നോക്കി കുറ്റം പറഞ്ഞ ആളുകൾ പോലും പിൽക്കാലത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പം നീ ആയിരുന്നു ശരിയെന്ന് മാറ്റിപ്പറയുന്ന ഒരു കാലവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് പ്രായമായവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിൽ അച്ചിട്ടായിട്ട് എഴുതി തരാം, ഇത് സംഭവിച്ചിട്ടുണ്ടാകും. അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. അത് ഇവരുടെ ഒരു ജന്മരഹസ്യമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ശരിയാണോ? അതുപോലെ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഈ നാളുകാരുടെ ഒരു വലിയ പ്രത്യേകത എന്താണ്? യാത്രകൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ദൂരയാത്രകളോ വലിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒന്നും ആവണമെന്നില്ല. ചെറിയൊരു യാത്ര പോലും, ചിലപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറി അടുത്ത ബസ് സ്റ്റോപ്പിൽ പോകുന്ന ഒരു 5 മിനിറ്റ് യാത്ര പോലും ഇവരെ ആസ്വദിക്കുന്നവരാണ് എന്നുള്ളതാണ്. യാത്രാപ്രിയരാണ്. കാഴ്ചകൾ കാണാൻ ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ചിലപ്പം ജീവിതത്തിൽ അതിനുള്ള അവസരമൊന്നും കിട്ടണമെന്നില്ല. ജീവിതത്തിൻ്റെ തത്രപ്പാടുകൾക്കിടയിലും ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ, കുഞ്ഞു കുഞ്ഞു അവസരങ്ങൾ പോലും സന്തോഷത്തോടു കൂടി യാത്രകളെ പ്രണയിക്കുന്നവൾ, യാത്രകളിൽ സ്വപ്നം കാണാൻ കൊതിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. അതുപോലെ ഈ നാളുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇവര് ദേഷ്യപ്പെടുന്നവരായിരിക്കില്ല എന്നുള്ളതാണ്. ചുമ്മാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചാടിക്കടിക്കുക, ചാടിക്കയറുക, അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവര് ദേഷ്യപ്പെട്ടാൽ, ഏതെങ്കിലും സന്ദർഭത്തിൽ ഇവര് കഴിയുന്നതും ക്ഷമിച്ചു നോക്കും. പറ്റാതെ വന്നിവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ദേഷ്യപ്പെടലായിരിക്കും. എതിർഭാഗത്ത് നിൽക്കുന്നവർ പിന്നെ ജന്മത്തത് മറക്കത്തില്ല. ആ രീതിയിൽ ചിലപ്പോൾ ഇവരുടെ നാക്കിൻ്റെ ചൂട് അറിയേണ്ടി വരും, ചിലപ്പം ഇവരുടെ കൈയുടെ ചൂട് വരെ അറിഞ്ഞു വന്നിരിക്കും. അതിവർ അങ്ങേയറ്റം ക്ഷമിച്ചിട്ടായിരിക്കും അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നത് എന്ന് പറയുന്നത്. ആ ഒരു ദിവസം പിന്നെ സംഭവ ബഹുലമായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെയധികം ക്ഷമിച്ചിട്ട് തീരെ നിവൃത്തിയില്ലാതെ ചില ആളുകളോട് പൊട്ടിത്തെറിക്കേണ്ടി വന്ന അനുഭവങ്ങളും പിന്നെ ജീവിതകാലം അവർ മുഖത്ത് നോക്കാത്ത രീതിയിൽ ചില വർത്തമാനങ്ങൾ പറയേണ്ടി വന്ന അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതൊരു വലിയ സത്യമാണ്. അതുപോലെ ഇവരുടെ ഒരു വലിയൊരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ മറക്കാതെ ഇവർ സൂക്ഷിക്കും എന്നുള്ളതാണ്. മറക്കാതെ സൂക്ഷിക്കുക. എന്താണ് മറക്കാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്? ചിലരുണ്ട് അന്നേരം നടക്കുന്ന അന്നേരം അങ്ങ് കളയും, പിൽക്കാലത്തേക്ക് വെച്ചേക്കത്തില്ല. പക്ഷേ ഇവർ ഓരോ കാര്യവും കൃത്യമായിട്ട് അടുക്കി ഇവരുടെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ചില വർത്താനങ്ങൾ പോലും, ചിലപ്പോൾ നമ്മളെ കൊള്ളിച്ച് പറയുന്ന ചില വാക്കുകൾ പോലും, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാനായി മറ്റു ചിലരെടുത്തിടുന്ന ചില ആയുധങ്ങൾ പോലും ചിലപ്പോൾ അന്നേരം പറഞ്ഞു കളയുമ്പം പലരും അത് മറന്നു പോകും. ചുറ്റും കൂടിയുന്ന വീട്ടിലുള്ള എല്ലാവരും പോലും ചിലപ്പം അത് മറന്നു പോകും. പക്ഷേ ഇവരതിങ്ങനെ മനസ്സിൽ തറപ്പിച്ച് കുറിച്ചിടുന്ന ഒരു ശീലം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനൊക്കെ കാലത്തിലൂടെ ഇവർ മറുപടി പറഞ്ഞ ചരിത്രവും ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ 30നും 35നും ഇടയിലുള്ള പ്രായം, 30 മുതൽ 35 വരെയുള്ള ഒരു വയസ്സുണ്ടല്ലോ, ആ വയസ്സിൽ ചില അത്ഭുതങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അത്ഭുതങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ, ആ 30നും 35 വയസ്സിനും ഇടയിൽ ഇവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രായത്തിലും നടക്കാത്ത രീതിയിൽ ചില മാറ്റങ്ങൾ, ചില ഗതിമാറ്റങ്ങൾ, ജീവിതത്തിൻ്റെ തന്നെ അന്ന് വരെയുള്ള ഗതി മാറുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ചിലപ്പം നല്ല മാറ്റങ്ങളായിരിക്കും. 30നും 35നും ഇടയിൽ ചിലപ്പോൾ വലിയ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നതാകാം, ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നതാകാം. അന്ന് വരെ പൊയ്ക്കൊണ്ടിരുന്ന ജീവിതം മൊത്തത്തിലൊന്നും അടിമുടി മാറി വേറൊരു ദിശയിലേക്ക് സഞ്ചാരം ആരംഭിക്കുന്നു, അല്ലെ വേറൊരു പുതിയ ജീവിതം, അതുവരെ ജീവിച്ച ജീവിതം വേറെ, അതിനുശേഷം വേറെ എന്നുള്ള രീതിയിൽ ഒരു സംഭവം നടക്കുന്ന, ചിലപ്പോൾ അതൊരു ദുരന്തവും ആവാം കേട്ടോ. ചിലപ്പോൾ ഒരു ഭയങ്കര ദുഃഖം, അല്ലെങ്കിൽ നമ്മൾ ട്രാജഡി എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ ദുരിതപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖപൂർണമായിട്ടുള്ള ഒരു അനുഭവം നടന്ന ജീവിതം അന്ന് വരെയുള്ള അതിൻ്റെ ഗതി മാറുന്നതുമാവാം. ചിലപ്പം ചില പ്രിയപ്പെട്ടവരുടെ വിയോഗം, ജീവിതത്തിലുണ്ടായ ചില അപകടങ്ങൾ, ജീവിതത്തിലുണ്ടായ ചില ദുഃഖാനുഭവങ്ങൾ, ഇതൊക്കെ ആകാം. അതുപോലെ തന്നെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജീവിതത്തിൽ വളരെ നിർണായകമെന്ന് കരുതിയ ചില കാര്യങ്ങൾ നടന്നു കിട്ടുന്നത്, പുതിയ തൊഴിലവസരത്തിൽ കയറുന്നത്, അല്ലെങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത്, ചിലപ്പോൾ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനം മൂലം ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ കാംക്ഷിക്കുന്നത്, ചില ജീവിത ഐശ്വര്യങ്ങൾ വരുന്നത്, ചിലപ്പം വിവാഹം നടന്നിട്ട് വിവാഹ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളാകും. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ 30-നും 35-നും ഇടയിൽ ഈ കൃഷ്ണ നക്ഷത്രക്കാർക്ക് അത്തരത്തിൽ വഴിത്തിരിവാകുന്ന, ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി അന്ന് വരെയുള്ള മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അവസാനമായിട്ട് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത്, വെറുതെ ഇരിക്കുന്നവരല്ല ഇക്കൂട്ടരെന്ന് പറയുന്നത്. ഇവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരിടത്ത് ഇങ്ങനെ വെറുതെ കുറേ നേരം ഇരിക്കുക. ചിലരുണ്ട് ഈ വെറുതെ ഇരിക്കുന്നത് വല്ലാതെ ഇഷ്ടപ്പെടുന്നവർ. ഇവർ വെറുതെ ഇരിക്കുന്നവർക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും ഇവർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ, എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാൻ, വെറുതെ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ വെറുതെ ഒരു സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ഇവർക്ക് അത്ര ബോധ്യമുള്ള കാര്യമല്ല. ഇവർക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കാൻ, ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ, അല്ലെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാൻ, അതിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെ ചെയ്യാം, കൂടുതൽ ചെയ്യാമെന്നതിനെ പറ്റി ചിന്തിക്കുക. ഇതൊക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ട് താല്പര്യമുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനോടൊരു വല്ലാത്ത പ്രത്യേക അടുപ്പമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരുമാതിരിപ്പെട്ട ഈ നക്ഷത്രക്കാരൊക്കെ കൃഷ്ണഭക്തരായിരിക്കും എന്നുള്ളത് കൂടി വലിയൊരു സത്യമാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പം വല്ലാത്തൊരു ആനന്ദമാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത് എന്ന് പറയുന്നത്. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? അപ്പോൾ ഈ നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് കേട്ട് നോക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കി പറയാം. ജഗദീശ്വരൻ നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നിതിവിടെ പറയാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു. സർവം കൃഷ്ണനിൽ അർപ്പിച്ചുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.